ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ഷോപ്പിങ്ങിന് പോയാലോ? ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഔട്ട്ഫിറ്റ് നോക്കിയാലോ? ഇതിൻ്റെ ഒരു മേക്കപ്പ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പം കാണാത്തവരാണെങ്കിൽ കാണുക. പിന്നെ ഞങ്ങൾ തലശ്ശേരിയാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് ഈ മാസം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഞാനും അജൂട്ടിയും കൂടി രാവിലെ വണ്ടി വിട്ടിട്ടുണ്ട് ഇവിടുന്ന്. എത്തിയത് തിരിച്ച് നല്ല ലേറ്റായിട്ട് എത്തിയത്. കുറച്ച് ഡ്രസ്സും പിന്നെ ചെരുപ്പും ഫാൻസിയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണ്. ബസ് ഇറങ്ങിയപ്പം തന്നെ ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ ഞങ്ങൾ പെട്ടത്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഷോപ്പ്. ഇനി അതിൻ്റെ ഉള്ളിൽ കയറി നോക്കട്ടെ എന്തെല്ലാമാണെന്നുള്ളത്. ഞാൻ മെയിനായിട്ട് നോക്കുന്നത് സറാറയാണ് ഞങ്ങൾ ഡ്രസ് കോഡ് വരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഓട്ടപ്പാച്ചിലാണ്. കുറേ ഷോപ്പിൽ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഒന്നും ഇല്ല. അപ്പോൾ ഈ ഷോപ്പിൽ നോക്കട്ടെ ഫസ്റ്റ് എന്ന് വിചാരിച്ച്. ഞാൻ വിചാരിച്ച സാധനങ്ങളൊന്നും എനിക്ക് കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ച മോഡൽ ഫോട്ടോ എല്ലാം കാണിച്ചെടുത്തു, പക്ഷേ അങ്ങനത്തെ സാധനം ഇല്ല എന്നവർ പറയുന്നത്. പിന്നെ ഉള്ള സാധനത്തിനാണെങ്കിൽ ഹെവി കോസ്റ്റിൽ നമ്മുടെ ബ്രൈഡ്സൊക്കെ ഇടുന്ന പോലത്തതൊക്കെ ഉള്ളത്. അതൊക്കെ ഇട്ടാൽ ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒന്നും എടുത്തില്ല. പക്ഷേ ഈ ഒരു ചുരിദാറൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടോ. സിമ്പിൾ വർക്കാണ്, പക്ഷെ നല്ല രസമുണ്ട് കാണാനെല്ലാം. ഒരു പറഞ്ഞ ഇപ്പോഴത്തെ മോഡലാണ്, ഇങ്ങനത്തെ എല്ലാം പോകുന്നത് നല്ല. ഞാൻ ഈ സറാറ പറഞ്ഞിട്ട് എനിക്കിതാ ഈ ലാവൻഡറും ഇഷ്ടമായി. ഇത് ഇഷ്ടപ്പെട്ടൊരു കളറാണ് കേട്ടോ, ഈ ഒരു കളറ്. അങ്ങനെ ഞാൻ വിചാരിച്ച സാധനം ഇല്ല എന്നുള്ള ഇങ്ങനെ നിരാശയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അടുത്ത ഷോപ്പിലേക്ക് പോയാലോ എന്ന് അജൂട്ടി ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അടുത്ത ഷോപ്പിലേക്ക് പോവാം, സമയമുണ്ടല്ലോ എന്ന്. അങ്ങനെ ഞാൻ ഇവിടെയും കയറിയിട്ട് ഏട്ടാ സറാറുണ്ടോ ചേച്ചി, സറാറുണ്ടോ ചേച്ചി, സറാറല്ലേ, നോക്കട്ടെ മോളെ പറഞ്ഞു. ചേച്ചി ഓരോന്നും എടുത്തിട്ടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ചേച്ചി എല്ലാം കൂടി വാരി വലിച്ചിട്ടിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ട, നോക്കിക്കോളി പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു നോക്കട്ടെ, മോള് വിചാരിച്ച സാധനം ഇവിടെ ഇല്ല കേട്ടോ പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ലോണം നോക്കി ചിണ്ടോ നോക്കാലോ. അപ്പോൾ അവിടെ ഇല്ല. അങ്ങനെ വേറെയും ഷോപ്പിൽ നോക്കി, അവിടെയും ഇല്ല. ഞാൻ ചെന്നാൽ പിന്നെ മെറ്റീരിയൽ എടുത്താലോ എന്ന്. അപ്പം മെറ്റീരിയൽ നോക്കാൻ വേണ്ടി പോയി. ഈ ഒരു മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഈ ഒരു മെറ്റീരിയലിന് വരുന്നത് 1 മീറ്ററിന് തന്നെ എത്രയോ 1500 അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം നമുക്കിത് എടുക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരും. ഈ 2 മീറ്റർ അതും പിന്നെ ലൈനിങ് കാര്യങ്ങളൊക്കെ വരുമ്പം അത്യാവശ്യം നല്ല റേറ്റിങ് വരൂലേ. പിന്നെ കല്യാണത്തിൻ്റെ തലേന്ന് തന്നെ ഞങ്ങൾക്ക് ഇടാൻ, തലേന്ന് ഫംഗ്ഷൻ, അന്നേരം ഒരു ഗുലാബി നൈറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ റെഡ് ഡ്രസ് കോഡാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ റെഡ് പിടിക്കാം ആദ്യം. അപ്പോൾ റെഡ് ഈ ഒരു മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വെച്ചിട്ട് വലിയ ബോറുകേടില്ലാന്ന് തോന്നിയപ്പം അത് ചേച്ചി എടുത്തോളി, നമുക്ക് ഫോക്ക് അടിക്കാൻ പറ്റിയതായിട്ട് എടുക്കാമെന്നെല്ലാം പറഞ്ഞ് ഇതിനെ പറ്റി മെറ്റീരിയലും അതിൻ്റെ ലൈനിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തു. ഞാൻ എടുത്തത് തലശ്ശേരി പരാഗ് എന്നാണ്. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മെറ്റീരിയലിൻ്റെ. അവിടെ കയറിക്കഴിഞ്ഞാൽ ഏതെടുക്കണം എന്നുള്ള ടെൻഷനേ ഉള്ളൂ. അത്രയ്ക്കും കളക്ഷൻസാണ് അവിടെ ഉള്ളത്. പിന്നെ അവിടുത്തെ ചേച്ചി നല്ല സർവീസാണ് നമുക്ക് ചെയ്തു തന്നത്. എന്തെല്ലാം വേണ്ടതെന്നെല്ലാം ചോദിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എനിക്കെന്നാലും ആ ഒരു മെറ്റീരിയലിനോട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് വൻ കോസ്റ്റ്ലിയാണ്. നമുക്കെന്താ പറയുക, ഒരു റെഡിമെയ്ഡ് വാങ്ങിച്ചാലും ഇത്ര തന്നെ പൈസയാവും. കാരണം ഇതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ വേറെ തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് നോക്കണ്ടേ. അപ്പം ഞാൻ ചെന്നാൽ പിന്നെ റെഡിമെയ്ഡ് തന്നെ നോക്കാമെന്ന്. അജൂട്ടിയും പറഞ്ഞത് രസമില്ല ചേച്ചിയെ പടപടാ മിന്നുന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഇന്ന് നമുക്ക് വേറെ ഷോപ്പിൽ കയറാമെന്ന്. അങ്ങനെ ഞാൻ മെല്ലെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തലശ്ശേരി മുഴുവൻ എന്താ പറയുക, ക്രിസ്മസിൻ്റെ ഒരു നേരെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പുൽക്കൂട് വേറെ, ട്രീ വേറെ, അതിൻ്റെ അലങ്കരിക്കേണ്ടത് വേറെ. വാവ്, എന്താ പറയുക, പോയി കഴിഞ്ഞാൽ വാവ് നമ്മൾ പറഞ്ഞു. അത്രയും അടിപൊളിയായിട്ട് അവിടെ ഓരോ സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഓരോ സാധനം കാണുമ്പോൾ ഇത് വാങ്ങിച്ചാലോ തോന്നിപ്പോ. അത്ര അടിപൊളിയായിട്ടോ അവിടെ കളക്ഷൻസ്, സ്റ്റാർസ് എല്ലാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷയിലും പിടിച്ച് ഞങ്ങൾ വെച്ചിരുന്നാൽ പിന്നെ തേജസ് പോവാന്ന്. ഗ്രാൻഡ് തേജസ് തലശ്ശേരി ഉള്ളത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. 2 വർഷം കണ്ടായിട്ടേ ഉള്ളൂ തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഓട്ടോ പിടിച്ച് അവിടെ എത്തി. അവിടെ വന്നോക്കുമ്പോൾ അതൊരു കൂറ്റൻ ക്രിസ്മസ് ട്രീ. അപ്പം ഞാൻ എന്നാൽ പിന്നെ അജുവോ ഇവിടെ നിന്നൊരു ഫോട്ടോ അല്ലെങ്കിൽ എടുത്തോ, എന്നിട്ട് നമുക്ക് സ്റ്റാർ ആക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ നിന്നൊരു വീഡിയോ എടുത്തു. അപ്പോൾ അജു പറഞ്ഞ് നമുക്ക് വരുമ്പോൾ ഫോട്ടോ എടുക്കുക ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണ്, വാ നമുക്ക് പോവാമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഷോപ്പിലേക്ക് കയറാൻ പോയി. ഷോപ്പിലേക്ക് കയറിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതിനെക്കാട്ടും വൻ സെറ്റപ്പ് ഒന്നും പറയണ്ട. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കളക്ഷൻസ് അതിൻ്റെ ഉള്ളിലുള്ളത്. കയറി വരുമ്പോൾ തന്നെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനും സാൻഡയും പിന്നെ അവിടെ കുറച്ച് കുഞ്ഞി ട്രീയും മുകളിലെല്ലാം കണ്ട ഓരോരോ സാധനങ്ങളൊക്കെ അലങ്കരിച്ച് വെച്ചത് ഭയങ്കര രസമുണ്ട് കേട്ടോ അവിടെ ഉള്ള. എൻ്റെ റെഡിമെയ്ഡ് കളക്ഷൻസ് 2nd ഫ്ലോറിലായിരുന്നു ഉള്ളത്. അപ്പം ഞങ്ങൾ നേരെ 2nd ഫ്ലോറിലേക്ക് പിടിച്ചു. പക്ഷേ ഇവിടുത്തെ ഈ ഒരു സംഭവം കണ്ടതിന് കുറച്ച് നേരം നമ്മൾ വാവ് എന്ന് പറഞ്ഞ നിന്നയുടെ അവസ്ഥയായി പോയി. പിന്നെ ഞങ്ങൾ നേരെ 2nd ഫ്ലോറിലേക്ക് പിടിച്ചു. കാരണം സമയം വളരെ ഇങ്ങോട്ട് എല്ലാ ഷോപ്പിലും കയറി സമയമില്ലാണ്ടായിപ്പോയി. അങ്ങനെ കുറേ ഡ്രസ്സ് ഞാൻ കയ്യോടെ കൊണ്ട് ഏതാ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഓരോരോ ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കി. ഇതെനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഹെവി വർക്ക് എന്ന് പറഞ്ഞാൽ ഹെവി വർക്ക്, അതിൻ്റേതായിട്ടുള്ള കോസ്റ്റും ഉണ്ട്. അതേപോലെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ഒരു ബാർബി ലുക്ക്. പക്ഷെ എന്നെ കാണാൻ ബാർബി എന്നല്ല, ഈ ഒരു ഡ്രസ്സ് ബാർബി ലുക്ക് എന്ന് പറഞ്ഞ്. പിന്നെ കുറച്ച് ഫാൻസി ഉണ്ടായിരുന്നു വാങ്ങിക്കാൻ. ഞാൻ കുറച്ചല്ല ഒരു കമ്മൽ വാങ്ങിച്ചു. പിന്നെ അതിന് വേണ്ട ഏത് കമ്മൽ എടുക്കണം എന്നുള്ള ടെൻഷൻ അവിടെ പോയാൽ. വാവ്, എന്ത് രസം അവിടുത്തെ കമ്മലെല്ലാം കാണാൻ, നല്ല രസമില്ല. അങ്ങനെ ഞാൻ ഈ കമ്മലാട്ടോ പർച്ചേസ് ചെയ്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
ഒന്നും നോക്കില്ലേ കമ്മലും പർച്ചേസ് ചെയ്ത് പിന്നെ 2-3 കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനുണ്ടായിരുന്നു, അതും വാങ്ങിച്ച്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് ട്രെയിനിൻ്റെ അവിടെ നിന്ന് നേരെ വണ്ടി വിട്ടത് ഈ ചെരുപ്പ് വാങ്ങിക്കാൻ. ചെരുപ്പ് ഞാൻ ഹീൽസ് വളരെ കുറവായിടല്ലേ, എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ ഹീൽസ് ഇട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മളിടുന്ന ചുരിദാറിന് അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഹീൽ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഞാൻ വെറും ഷൂ എന്ന് പറഞ്ഞ് നടക്കുന്നതിനെ കൊണ്ട് എനിക്ക് ഹീൽസ് ഇടാൻ പേടിയാണ്. പണ്ട് ഇടലുണ്ടായിരുന്നു, ഇപ്പോൾ ഇടാത്തത്. അങ്ങനെ ഒന്നും നോക്കിയില്ല, ഒരു ഹീൽസ് അങ്ങോട്ട് ബുക്ക് ചെയ്തു. ആ ഹീൽസ് ആണെങ്കിൽ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, ഞാൻ ഹീൽസ് എടുത്തു. അതേപോലെ തന്നെ ലിയോനൊരു ഷൂ ഉണ്ടായിരുന്നു എടുക്കാൻ. ലിയോൻ്റെ ഡ്രസ്സിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ലിയോന് നല്ല കുർത്ത ഞാൻ എടുത്തിട്ടുണ്ട്, അതേപോലെ നല്ല ഷൂ വാങ്ങിച്ചു. അങ്ങനെയൊക്കെയാണ് അവൻ്റെ കാര്യങ്ങൾ. അവനും അതേപോലെ തന്നെ റെഡ് ഷർട്ടിന് ഞാൻ ഒരുപാട് നടന്നു. അവസാനം അവൻ്റെത് കിട്ടി. പക്ഷേ ചെരുപ്പിൻ്റെ കടയിൽ വന്നാൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ. അജു ഓരോന്നെടുത്ത് കാണിച്ചിട്ട് ചേച്ചി ഇത് നോക്ക് ഇത് നോക്ക് ഇത് നോക്ക്. ഞാനാണെങ്കിൽ ഹീലിടുമ്പോൾ അജോ ഞാൻ വീണ് കൊടുക്കുമോ. ഞാൻ ആ ഒരു ടൈപ്പാണ്, എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ ഇടണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെറിയൊരു ഹീൽ എനിക്കിഷ്ടമായി, ഈ ഒരു സാധനം എനിക്കിഷ്ടമായി. അപ്പോൾ ഇതൊന്നും നോക്കില്ല, ഞാൻ അങ്ങോട്ട് എടുത്ത്. അതേപോലെ തന്നെ ഞാൻ എടുത്തത് ഫസ്റ്റ് നമ്മൾ ഷോപ്പിൽ പോയില്ലേ, ഒരു ലാവൻഡർ കളറ്, ഞാൻ അതാട്ടോ പർച്ചേസ് ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് ഞങ്ങളത് 3-4 മണിയായിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഷോപ്പ് കയറിയാൽ മതി എന്നുള്ള അവസ്ഥയായി. അപ്പോഴത്തേക്കാണ് 3-4 മണിയായല്ലോ. പിന്നെ അത് RR പോയിട്ട് ബിരിയാണി തട്ടാന്ന് വിചാരിച്ചു. ഞാൻ അജുനോട് ചോദിക്കുന്നുണ്ട്, അജു മന്തി വേണോ, അത് വേണോ, ഇത് വേണം. ചേച്ചി ബിരിയാണി. പക്ഷെ നമുക്ക് ബീഫ് കഴിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ബീഫ് അവിടെ ഇല്ല. അപ്പം ഞങ്ങൾ 2 ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് ലിയോനൊരു ബിരിയാണിയും പാർസലും വാങ്ങിച്ച്. അങ്ങനെ ഞങ്ങൾ ബിരിയാണി എപ്പോൾ വരെ നോക്കിയിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ബിരിയാണി ടേബിളിൻ്റെ മുമ്പിലെത്തി. പിന്നെ ഈ RR ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട്. അതിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ബിരിയാണി കഴിക്കാനുള്ള ഒരു ഫീലാണ്. കാരണം അത്രയും ടേസ്റ്റി ബിരിയാണി എന്ന് പറഞ്ഞാൽ ടേസ്റ്റി ബിരിയാണിയാണ്. അതിൻ്റെ ആ മസാലയും ചോറിൻ്റെ സ്മെല്ലെല്ലാം ഇപ്പം കഴിക്കാൻ തോന്നുന്നുണ്ട്. സീരിയസ്ലി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാത്തവരാണെങ്കിൽ എന്തായിട്ടും പോയിട്ട് കഴിക്കണം. RR അടിപൊളിയാട്ടോ. ഞാൻ വായിൽ വെച്ചതേ ഓർമ്മയുള്ളൂ, അത്രയും ടേസ്റ്റ്. പിന്നെ ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വേഗം തന്നെ വീട്ടിലോട്ടേക്ക് വണ്ടി പിടിച്ചു. ടാറ്റാ ബൈ ബൈ.